പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവിടെ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നിങ്ങൾ സുഖമായി ശുഭമായിരിക്കുവാൻ ഹോളി സ്പിരിറ്റ് ബലപ്പെടുത്തുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഉണരുന്നത് ഇങ്ങനൊരു ശബ്ദം കേട്ടാ, എന്നെപ്പോലൊരുവൻ ഓടിപ്പോകുമോ? ഞാൻ പെട്ടെന്ന് ബൈബിൾ എടുത്തു, ആ വചനം കണ്ടുപിടിച്ചു. നെഹമ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിലാണ് ഇത് കിടക്കുന്നത്. നമുക്കറിയാം, നെഹമ്യാവ് യെരുശലേമിൻ്റെ മതിൽ പണിയും എന്ന വലിയ ദൗത്യത്തോടെ ഇറങ്ങിത്തിരിച്ചിരിക്കുക. തനിക്ക് വിരോധമായ ശത്രുക്കൾ എഴുന്നേറ്റു. വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും തന്നെ ക്ഷീണിപ്പിക്കുവാൻ ശത്രുക്കൾ എഴുന്നേറ്റു. എന്നാൽ അവിടെയൊക്കെ തന്നെ ഉറച്ചു നിന്ന് ആ പണി നടത്തുകയാണ്. 6-ാം അധ്യായം 9, 10, 11 വചനങ്ങളൊന്ന് വായിക്കണേ. അവിടെ നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കും. തൻ്റെ ധൈര്യത്തെ ക്ഷയിപ്പിക്കുവാൻ, തനിക്ക് പേടി വരുത്തുവാൻ, അപ്രകാരം ആ വേല നടക്കരുത് എന്നുദ്ദേശിച്ചുകൊണ്ട് ശത്രുക്കൾ തന്നെ വാക്കുകൾ കൊണ്ട് പേടിപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ കൊന്നുകളയുവാൻ ഭാവിക്കുകയാണ്. ശക്തമായ വിരോധം, പ്രതികൂലം ചുറ്റും എഴുന്നേൽക്കുക. താൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ദൈവനാമ മഹത്വത്തിനായിട്ടാണ്, അല്ലേ? ഒരു വലിയ ദൗത്യമായിട്ടാണ്. അതിനെ എങ്ങനെയെങ്കിലും തകർത്ത് കളയണം എന്നുദ്ദേശത്തോടാണ് ശത്രുക്കൾ എഴുന്നേറ്റിരിക്കുന്നത്. എന്നാൽ ആ ദൈവ മനുഷ്യൻ തന്നെ വിളിച്ചിരിക്കുന്നത് ആരാണെന്നും താൻ ആരുടെ നാമത്തിലാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്നും ബോധ്യമുള്ള ആ മനുഷ്യൻ പറയുന്ന വാക്കുകളാണ്, എന്നെപ്പോലെ ഒരുത്തൻ ഓടിപ്പോകുമോ? ജീവനെ രക്ഷിക്കേണ്ടതിന് ആലയത്തിൽ പോയി ഒളിച്ചിരിക്കുമോ? ഒരിക്കലുമില്ല. ഞാൻ ഓടിപ്പോകത്തില്ല, ഞാൻ ഭയപ്പെടത്തില്ല എന്നുറപ്പോടെ നെഹമ്യാവ് അവിടെ പറയുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്ക് വിരോധമായ ശത്രുക്കൾ എഴുന്നേൽക്കുമ്പോൾ നാം ചിന്തിക്കും, നമ്മളോട് ഇഷ്ടക്കേടുള്ളത് കൊണ്ടാണ്, നമ്മളോട് വിരോധമുള്ളത് കൊണ്ടാണെന്ന്. അല്ല കേട്ടോ. നമ്മളോട് വ്യക്തിപരമായി എന്തെങ്കിലും വിരോധമുണ്ടായിട്ടോ എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടായിട്ടോ ഒന്നുമല്ല. പകരം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം അത് വലുതാണെന്ന്, അതൊരു വലിയ ദൈവിക പദ്ധതിയാണെന്ന് ശത്രുവിനറിയാം. അത് വല്ല വിധേനെ നടക്കരുത് എന്നുള്ളത് അവൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ നമ്മെ ഭയപ്പെടുത്താൻ, ക്ഷീണിപ്പിക്കുവാൻ, വല്ല വിധേനയും നാം ഇറങ്ങിത്തിരിച്ച വേല നടക്കരുത് എന്ന് ചിന്തിച്ച് ശത്രു പല പദ്ധതികൾ കൊണ്ടുവന്നേക്കാം. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ധൈര്യം വേണം, നിങ്ങൾക്കൊരു ഉറപ്പ് വേണം. എല്ലാത്തിനും ആവശ്യം ധൈര്യമാണ്. ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിവർന്ന് നിൽക്കുവാൻ കഴിയത്തുള്ളൂ. അതിന് ഇന്നൊരു ദൈവിക ധൈര്യം ഏറ്റെടുത്തേ, ആ നെഞ്ചത്തോട് കൈവച്ച് പറഞ്ഞേ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നിന്ന് ഞാൻ ഒരു ഇഞ്ച് പിന്മാറത്തില്ല. കർത്താവ് എന്നെ ഏൽപ്പിച്ചത് ചെയ്യുക തന്നെ ചെയ്യും. ഞാൻ ഓടിപ്പോകത്തില്ല. അതെന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ ഉറപ്പോടെ ഒരു ധൈര്യം ഏറ്റെടുത്തേ. നിങ്ങൾ ഭയപ്പെടരുത്. ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യങ്ങളിൽ നിന്ന് ഓടിപ്പോകരുത്. ഈ ശുശ്രൂഷ കർത്താവാണ് നിങ്ങളെ ഭരമേൽപ്പിച്ചത്. അഭിഷേകം അത് ദൈവത്തിൻ്റെ ദാനമാണ്. നിങ്ങളുടെ ഈ കുടുംബജീവിതം അത് ദൈവിക സമ്പത്താണ്. അവിടുന്ന് നിങ്ങൾക്ക് നൽകി തന്ന ദാനമാണ്. അതിൽ നിന്നൊന്നും ഭയപ്പെട്ട് ഓടിപ്പോകരുത്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ വരുമാന മാർഗം അത് കർത്താവിൻ്റെ ഹിതപ്രകാരം ആരംഭിച്ചതല്ലേ. അതിൽ നിന്ന് ഓടിപ്പോകരുത്. മനസ്സ് ക്ഷീണിക്കരുത്. ധൈര്യത്തോടെ ഉറപ്പോടെ ഇരിക്കുക. നെഞ്ചത്തോട് കൈവച്ച് പറ, എന്നെപ്പോലൊരുവൻ ഓടിപ്പോകത്തില്ല. കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് ചെയ്യുക തന്നെ ചെയ്യും. ധൈര്യത്തോടെ ഞാൻ നിൽക്കുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കുക. അപ്പാ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. ഞങ്ങളുടെ ഉള്ളിൽ പകർന്ന ധൈര്യത്തിന് നന്ദി. ഞങ്ങളെക്കൊണ്ട് അങ്ങയ്ക്ക് ആവശ്യമുണ്ടല്ലോ. അനേകർ പിന്മാറിപ്പോയ ഇടത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അനേകർ ഭയപ്പെട്ടു ഒളിച്ച സ്ഥലത്താണ് ഞങ്ങളായിരിക്കുന്നത്. ഞങ്ങൾ ഒളിക്കത്തില്ല, ഞങ്ങൾ ഓടിപ്പോകത്തില്ല. എന്നൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ ഇപ്പോൾ ആ ഡിവൈൻ ബോൾഡ്നെസ്, ധൈര്യം നിറയട്ടെ. അവരുടെ ഉള്ളിൽ ധൈര്യത്താൽ നിറയപ്പെടട്ടെ. ധൈര്യത്തോടെ ഉറച്ചു നിൽക്കട്ടെ. അവരെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം സാധ്യമാകട്ടെ. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, ഓടിപ്പോകത്തില്ലല്ലോ, ഉറപ്പോടെ നിൽക്കുമല്ലോ. ധൈര്യമായിട്ട് നിൽക്കുക.
ആവശ്യമായ പ്രൊവിഷൻസ്, ആവശ്യമായ ഗ്രേസ് നിങ്ങളുടെ മേൽ സ്വർഗം പകർന്നിട്ടുണ്ട്. ബ്ലെസ് യു.